ഇനി പത്തനംതിട്ടയിലേക്കാണ്. റാന്നിയിലെ സാഹചര്യങ്ങൾ പരിശോധിക്കണം. ശ്രീരാജുണ്ട്. ശ്രീരാജ്, പലയിടങ്ങളിലും വെള്ളം കയറി പല സ്ഥലങ്ങളും മുങ്ങിയ അവസ്ഥയാണ് റാന്നിയിൽ. കാരണം ഇപ്പോൾ 2018 പ്രളയത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളൊക്കെയും ഇപ്പോഴും മണ്ണിനടിയിലാണ്. അപ്പോൾ നേരത്തെ കണ്ട ആ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സേതു, റാന്നി നഗരത്തിലാണ് നിൽക്കുന്നത്. റാന്നി ടൗൺ ആണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങി, പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയുള്ളത്. ആ വീട് ആ ടൗണിനോട് ചേർന്നുള്ള വീടാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. സിറ്റൗട്ടിലെല്ലാം തന്നെ, മുറിയിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കടകളിലെല്ലാം തന്നെ വെള്ളം കയറി, പെട്രോൾ പമ്പിൽ വെള്ളം കയറി. കുറെ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഴുത്തറ്റം വെള്ളം എത്തുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെയുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ മഴ ശക്തമായി ഇപ്പോഴും തുടരുന്നത് ഈ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നുണ്ട്. വലിയ ഭീതി ആളുകൾക്കുണ്ട്. കാരണം 2018 സമാനമായി ഇത്തരത്തിൽ വെള്ളപ്പൊക്കം റാന്നി ടൗണിലാകെ വെള്ളമുണ്ടായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നേരത്തെ വടശ്ശേരിക്കരയിൽ നിന്നപ്പോഴും സമാനമായ സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾ പറയുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ്. വടശ്ശേരിക്കരയിലെ അവിടെ ചേർന്നുള്ള വീടുകളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സംഭവിച്ചതായി അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല ഈ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ. പക്ഷേ അവിടെയുള്ള ആളുകൾ, പ്രദേശവാസികൾ അങ്ങനെയുള്ളൊരു സംശയമാണ് പങ്കുവെക്കുന്നത്. എന്തായാലും വെള്ളം വലിയ തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. കോന്നി, റാന്നി അടക്കമുള്ള മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വീടുകളിലേക്ക് വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ജില്ലാ ഭരണകൂടം കടക്കുന്നത്. ഈ വീട്ടിലെ ആളുകളല്ലേ? രണ്ട് വീടല്ലേ? നമ്മുടെ വാടകയ്ക്ക് വെള്ളം കയറിയില്ല? എപ്പോഴാ വെള്ളം അകത്തേക്ക് കയറിയപ്പോഴാ? വെളുപ്പിനെ കയറി. ആളുകളൊക്കെ അന്നേരം ഉണ്ടാവും? ഉണ്ട്. എല്ലാരും ഇങ്ങനെ സാധനം എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക, അകത്തുനിന്ന് എടുത്തോണ്ടിരിക്കുക അല്ലേ? ആളുകളുള്ള വീടാണ്. ചേട്ടൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അവിടെ നിന്ന് നിലവിൽ സാധനങ്ങൾ മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ടൗണിനോട് ചേർന്നുള്ള പല ഭാഗങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പത്തനംതിട്ടയിലെ പല ആറുകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അച്ചൻകോവിലാറ്, കക്കാട്ടാറ്, കല്ലാർ അടക്കം പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകി വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഈ നദികളുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമായും അവധി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മണിയാർ ഡാം നോട് ചേർന്നുള്ള അതിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം തന്നെ, അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നത് ഈ വെള്ളം, ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ മണിയാർ ഡാമിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അത്തരത്തിൽ പലയിടങ്ങളിലും, പത്തനംതിട്ട ജില്ലയുടെ പലയിടങ്ങളിലും ഇത്തരത്തിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. പലയിടങ്ങളിലും വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ച ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതും വലിയ ഭീതി ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അത് ഒരു പച്ചക്കറി കടയാണ്. കടയിലേക്ക് തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ, ടൗണുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. കടയിലോട്ട് വെള്ളം കയറിയല്ലേ? കടയിലോട്ട് വെള്ളം കയറി. എപ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം ഇത്രയും? രാവിലെ 5 മണി 4 മണി, 4:30 സമയത്തൊക്കെ. അല്ല, നമ്മുടെ സുഹൃത്തിന്റെ കടയാണ്. അപ്പൊ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നാ. ഇതെല്ലാം ഞങ്ങളാണെങ്കിൽ മേളിലോട്ട് റോഡ് സൈഡിലോട്ട് വെച്ചേക്കുക, പടുത്തിട്ട് വെച്ചേക്കുക. 4-5 ലോഡ് സാധനം ഉണ്ടായിരുന്നു. ഏകദേശമൊക്കെ മാറ്റി, എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വീടുകളിലോട്ടും വെള്ളം കയറി? പിന്നെ വീട് ഇതിന്റെ ഒപ്പം കൊണ്ടെല്ലാം വീടല്ലേ. പിന്നെ ഒരു ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ഒരുപാട് പേഷ്യൻസ് ഈ വീടുകളിലെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർക്കൊന്നും പോകാൻ പറ്റാത്ത വഴിയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞാണ് ഈ വയ്യാത്ത ആൾക്കാർ കിടക്കുന്നത്. ഒരുപാട് പേരുണ്ടെന്ന് അറിയുന്നു. ആരൊക്കെയാണെന്ന് അറിയത്തില്ല. ഡെങ്കിയുടെ എന്താ പറയുക, ഫയർഫോഴ്സിന്റെ ഒന്നും വന്നിട്ടില്ല. ഇതുവരെയായിട്ട് ഒരു രീതിയിലുള്ള അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. വെള്ളം കയറി വരുന്നുണ്ടോന്നും നടന്നിട്ടില്ല ഇതുവരെ. പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറുന്നുണ്ട്. പല വീടുകളിലും പ്രായമായ അവിടേക്ക് ഈ ഉദ്യോഗസ്ഥരാരും എത്തിയില്ലെന്നോ? ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ആരും എത്തിയില്ലെന്നോ?
സേതു, അതായത് നിലവിൽ ആളുകൾ പറയുന്നത് ഈ വെള്ളം ക്രമാതീതമായി ഉയരുന്നതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടം രാവിലെ ഇത്തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങൾ, അതായത് ഈ ആറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ ഈ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ ഇവർക്ക് ലഭിച്ചില്ല എന്നൊരു കാര്യം അവർ എന്തായാലും ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അത് ഈ വരും സമയങ്ങളിൽ തന്നെ ഒരുപക്ഷെ അവർക്ക് ലഭിച്ചേക്കാം എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യം ഇതാണ്. വെള്ളം ക്രമാതീതമായി ഉയരുന്നു, ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. ടൗണിലടക്കം വെള്ളം വലിയ തരത്തിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്നു. വീടുകളിലെല്ലാം തന്നെ രോഗികളായിട്ടുള്ള പ്രായമുള്ള ആളുകളുള്ള വീടുകളാണ്. അവിടെ നിന്നും ആളുകളെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഈ നാട്ടുകാരടക്കം നടത്തുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ്. രാവിലെ വെള്ളം കയറിയില്ല മൊത്തം? ഇപ്പം വന്ന് കയറി. ഇപ്പം എപ്പോഴായിരുന്നു വന്നത്? ഞാൻ വെളുപ്പിന് 4 ആ സമയത്ത് എങ്ങനെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു? സമയത്ത് അങ്ങ് റോഡ് താഴെ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ കയറിയേക്ക് വന്നു. പമ്പ് പൂർണ്ണമായും വെള്ളത്തിലായി അല്ലേ? മൊത്തം വെള്ളത്തിലായി. പെട്രോൾ പമ്പ് അടക്കം ഈ റാന്നി ഇന്നലെ വന്ന ലോഡെല്ലാം കിടക്കുമല്ലേ, ടാങ്ക് വെള്ളം നീക്കൊണ്ട് മൊത്തം പോകും. റാന്നി ടൗണിലെ പെട്രോൾ പമ്പാണ്. ആ പമ്പ് പൂർണ്ണമായും വെള്ളത്തിൽ താഴ്ന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പമ്പ് ജീവനക്കാർ രാവിലെ എത്തുമ്പോൾ, പുലർച്ചെ ജോലിക്കായി എത്തുമ്പോൾ അത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല. കുറെ കൂടി താഴെ മാത്രമായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ വേഗം ഈ പെട്രോൾ പമ്പ് അടക്കം മുങ്ങി റാന്നി പാലത്തിനോട് ചേർന്ന് ഉള്ള സ്ഥലം വരെ ഇപ്പം പത്തനംതിട്ടയിൽ പൊതുവെ ഒരു മഴ മാറിയ സാഹചര്യമാണോ? മഴ മാറി നിൽക്കുകയാണോ? അതായത് ഒരു 3/4 മണിക്കൂറോളമായി നിലവിൽ മഴ ചെറിയ രീതിയിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് മഴ വീണ്ടും ശക്തമായി. ഈ മലയോര മേഖലകളിൽ വനത്തിനുള്ളിൽ മഴ കനത്ത തരത്തിൽ പെയ്യുന്നതാണ് ഈ ഇങ്ങോട്ടേക്ക് പുറത്തുള്ള ഭാഗത്തേക്ക് വെള്ളം ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നത്. വനമേഖലകളിൽ വനത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആറുകളിലെല്ലാം തന്നെ വലിയ തരത്തിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് അത് കരകവിഞ്ഞൊഴുകുകയും ഈ വീടുകളിലേക്കും ജനവാസ മേഖലയിലേക്കും ഈ വെള്ളം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻ വർഷങ്ങളിലും ഈ മഴ കാലത്ത് സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടാകാറുള്ളത്. വനപ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടാവും. പക്ഷേ പുറത്ത് ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മഴ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. പക്ഷേ ഈ വനത്തിനുള്ളിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആറുകൾ കരകവിഞ്ഞൊഴുകാനും ആറുകളിൽ ജലനിരപ്പ് ഉയരാനും കാരണമാകും. അത് പിന്നീട് കരകവിഞ്ഞൊഴുകി ഈ ജനവാസ മേഖലയിലും ഇത്തരത്തിലുള്ള റാന്നി, വടശ്ശേരിക്കര അടക്കമുള്ള ടൗണുകളിലേക്കും വെള്ളം എത്താനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ട്. ശരി ശ്രീരാജ്,